നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി ദൃശ്യ വി എന്നാണ് ആ കുട്ടിയുടെ പേര്. അവിട്ടം നക്ഷത്രം, 29 വയസ്സ്, 168 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 62 kg വെയ്റ്റ്, 168 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 62 kg വെയ്റ്റ്. BSc നഴ്സിംഗ് ആണ് കുട്ടർ ക്വാളിഫിക്കേഷൻ, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയിൽ നഴ്സിംഗ് ഓഫീസർ ക്യാപ്റ്റനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്രസൻ്റ്ലി രാജസ്ഥാനിലാണ് ആ കുട്ടി. അച്ഛൻ കൃഷ്ണൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. അമ്മ ഗിരിജ ഹൗസ് വൈഫാണ്. ദിവ്യ എന്ന് പറയുന്ന ചേച്ചി, അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. ഇവർ ഒറ്റപ്പാലത്തിനടുത്ത് പത്രിപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവർ പ്രിഫർ ചെയ്യുന്ന ഏരിയകൾ IT അല്ലെങ്കിൽ മെർച്ചൻ്റ് നേവി, ഇങ്ങനെയൊക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്ന ജോലി സംബന്ധമായിട്ടുള്ള ഏരിയകൾ. ഇതാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഈ കുട്ടിയുടെ ജോലി രാജസ്ഥാനിലാവുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം രാജസ്ഥാനിലാണെന്നേ ഉള്ളൂ, പലപ്പോഴും ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ആർമി ലൈഫ് എല്ലാവർക്കും അറിയാമല്ലോ, അവർക്ക് 2-3 വർഷമൊക്കെ കൂടുമ്പോൾ ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആൺകുട്ടികളാണെങ്കിൽ കുറച്ച് നന്നായി. ഇവരുടെ നോൺ മാച്ചിങ് സ്റ്റാറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവർ ജാതകമൊക്കെ കൃത്യമായിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ നോൺ മാച്ചിങ് സ്റ്റാർ പ്രത്യേകം പറയുന്നുണ്ട്. മകീരം, അവിട്ടം, പൂരം, പൂരാടം, പൂയം, ഭരണി, അനീഴം, ഉത്രട്ടാതി, ചിത്ര, ഇത്രയും നാളുകൾ മാച്ചിങ് അല്ല, നോൺ മാച്ചിങ് സ്റ്റാർസാണ്. ഞാൻ ഒരിക്കൽ കൂടെ ദൃശ്യവിയെ കുറിച്ച് പറയാം. ദൃശ്യ വി, അവിട്ടം നക്ഷത്രം, 29 വയസ്സ്, ശുദ്ധജാതകം, അല്ലെങ്കിൽ ദോഷം ഇല്ല എന്നാണ് കാട്ടിയിരിക്കുന്നത്. ജാതകത്തിൽ ദോഷമില്ല. 168 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 62 kg വെയ്റ്റ്. BSc നഴ്സിംഗ് ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ നഴ്സിംഗ് ഓഫീസർ, അതായത് ഡെസിഗ്നേഷൻ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്നു. രാജസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. നോൺ മാച്ചിങ് സ്റ്റാർസ് കൂട്ടത്തിൽ പറയുന്നുണ്ട്. മകീരം, അവിട്ടം, പൂരം, പൂരാടം, പൂയം, ഭരണി, അനീഴം, ഉത്രട്ടാതി, ചിത്ര, ഇത്രയും നാളുകൾ നോൺ മാച്ചിങ് സ്റ്റാർസാണ്. ഒറ്റപ്പാലത്തിനടുത്ത് പത്രിപ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു സിസ്റ്റർ, എൽഡർ സിസ്റ്ററാണ്, മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അച്ഛൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. അമ്മ ഗിരിജ ഹൗസ് വൈഫാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദൃശ്യവിയെക്കുറിച്ച് പറയാനുള്ളത്. ആർമി ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുടെ പാരൻസിന് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയൽ ബന്ധപ്പെടുക. ഞങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ വീഡിയോയിലും 2-3 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. വീട്ടിൽ കുട്ടികൾക്ക് ആർക്കെങ്കിലും വിവാഹം നോക്കുന്ന സമയത്ത് ഏകദേശം അച്ഛനമ്മമാരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ കുട്ടികളൊക്കെ പാടെ തീരുമാനിച്ചു കഴിഞ്ഞു വിവാഹം വേണം എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും മക്കളും കൂടെ ഒരു ദിവസമെങ്കിലും ഇരുന്നതൊന്ന് സംസാരിക്കണം. എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ? ചിലപ്പോൾ കുട്ടി രാജസ്ഥാനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കേരളത്തിൽ ജോലി ചെയ്യുന്ന കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ലൊക്കേഷൻ എവിടെ വേണം, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ത് വേണം, അല്ലെങ്കിൽ ഹൈറ്റ് എത്ര വേണം, വെയിറ്റ് എത്ര വേണം, ഇതെല്ലാം എക്സാക്റ്റ് ആയിട്ട് കിട്ടുമെന്നില്ലെങ്കിലും ഒരു പരിധി വരെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
അപ്പോൾ അച്ഛനമ്മ സഹോദരങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും ഈ വിവാഹ കാര്യങ്ങളുടെ പോക്ക് കുറച്ച് സുഗമമാക്കാൻ. ഇല്ലെങ്കിൽ മറ്റുള്ള പാരൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനുശേഷം നിങ്ങളുടെ ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ അമ്മയുടെ തറവാട്ടിൽ കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ആരുടെ ആയാലും കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ എന്നൊക്കെ പറയും ഒറ്റപ്പാലം ഭാഗത്തൊക്കെ. ധർമ്മദൈവങ്ങൾ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ചില വീടുകളിൽ നാഗങ്ങൾ മാത്രമായിരിക്കും, വെളുത്തങ്കാവ് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നാഗങ്ങളെയൊക്കെ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നല്ല ഒരു മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചെങ്കിലും അവരെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചതിന് ശേഷം അവിടെ പോയിട്ട് പൈസയൊക്കെ കൊടുക്കുക. കാരണം ആദ്യം കുറേ പൈസ അങ്ങ് വാങ്ങിക്കും, എന്നിട്ട് പ്രൊഫൈലുകളൊന്നും കിട്ടില്ല, വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കില്ല. ഇനി അഥവാ ഏതെങ്കിലും ശരിയായി കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം അവിടെ പോയിട്ട് ഗുണ്ടായുസം കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പൊതുവെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ ഇതിൽ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അത് നമ്മൾ നേരാവണ്ണം സംസാരിക്കാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കൃത്യമായിട്ട് ചോദിക്കണം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. വഴക്കും ബഹളമൊന്നും ഇല്ലാതെ, ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് ഓറോസ്കോപ്പ് അല്ലെങ്കിൽ ജാതകം. ജാതകത്തിനെ പറ്റി കഴിയുന്നതും പഠിക്കാതിരിക്കുക. ഒരു ആവശ്യത്തിൽ കൂടുതലുള്ള നോളേജ് കല്യാണത്തിന് ശേഷം മതി. കല്യാണത്തിന് മുന്നേ പഠിക്കാതിരിക്കുക. യൂട്യൂബിലും ഒക്കെ കണ്ട് ഇതെല്ലാം പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. ഒക്കെ മനസ്സിലാക്കിക്കോളൂ, പക്ഷെ അത് വല്ലാതെ പഠിച്ചു പോകണ്ട, അത് അപകടം ഉണ്ടാക്കും. ജ്യോതിഷനെ കൊണ്ട് തന്നെ നോക്കിപ്പിക്കുക. ഏതെങ്കിലും 2 പ്രൊഫൈലുകൾ ഇഷ്ടമായി, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇഷ്ടമായി, അച്ഛനമ്മമാർക്കൊക്കെ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും 3, 4, 5 ജ്യോതിഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വിരോധമില്ല. ഏതെങ്കിലും ഒരു ജ്യോതിഷം പറയുകയാണ് ഇത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ തന്നെ അത് എഴുതി വാങ്ങിക്കുക. എഴുതി വാങ്ങിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മുന്നോട്ടങ്ങ് പോവുക. അല്ലാതെ ഈ ജ്യോത്സ്യൻ അത് പറഞ്ഞല്ലോ, മറ്റേ ജ്യോത്സ്യൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇതൊന്നും നമ്മൾ ഒരു റിസർച്ച് നടത്തേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ വിവാഹം നടക്കലാണ് നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ആവശ്യം. അത് നടക്കുക തന്നെ വേണം. അതിനുശേഷം കുട്ടികൾ തമ്മിൽ അവരുടെ വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവർ തമ്മിൽ ഒരു 15 ദിവസമെങ്കിലും മിനിമം ഒന്ന് വാട്സാപ്പ് ചാറ്റ് കൂടെ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും 5 പോയിന്റുകൾ മിനിമം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് കുട്ടികൾ തമ്മിൽ. ഒന്ന്, പ്രസൻ്റ്ലി അല്ലെങ്കിൽ ആസ് ഓഫ് നൗ വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കണം. പഴയ കഥകൾ കേൾക്കാൻ നിൽക്കണ്ട, ഇപ്പോഴത്തെ വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യണം. പിന്നെ അത് വെച്ച് മുന്നോട്ട് പോകരുത്. രണ്ടാമത്തെ കാര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഫാമിലി, അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അച്ഛൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ, അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താ, ഇവർക്ക് എവിടേക്കാണ് തറവാട്, നാട്, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ. എവിടെയാണ് പഠിച്ചത്, എന്തായിരുന്നു സബ്ജക്റ്റ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ജോലി കൊടുത്തിട്ടുണ്ടാവുക. അടുത്തത്, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കണം. ചിലപ്പോൾ ഷോർട്ട് ടൈം ആയിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ലോങ് ടൈം ആയിരിക്കും. എന്തോ ആവട്ടെ, ഇതൊന്നും ഒരു നെഗറ്റീവായിട്ട് കാണരുത്, മറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ കുറച്ച് വറീഡാവും, ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിലേക്കുള്ള വർത്തമാനങ്ങളുണ്ടാവും, ആവശ്യമില്ലാത്ത ഡിസ്കഷനിലേക്ക് പോവും. അപ്പോൾ അതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്.
കഴിയുന്ന നേരത്തെ മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത കാര്യം, അമിതമായ ബാങ്കിങ് ലോൺസ്. കുട്ടിക്ക് സാലറി കിട്ടുമ്പോൾ 1,00,000 രൂപ സാലറി ഉണ്ടെങ്കിൽ 80,000 EMI ആയിട്ടാണ് പോകുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നല്ലത്. അല്ല, വണ്ടികൾക്കും കാറ്, ബൈക്ക്, ഈ വക കാര്യങ്ങൾക്കൊക്കെ ഉള്ള ലോൺ എടുത്ത് തന്നെയാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ പറയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു എമൗണ്ട് ആയിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലാരിഫൈ ചെയ്യണം. ഇപ്പോൾ അവർ പറയും ഇതൊക്കെ ഞാൻ അടച്ചോളാം, അച്ഛൻ അടയ്ക്കും, അല്ലെങ്കിൽ അമ്മ അടയ്ക്കും, അല്ലെങ്കിൽ ഏട്ടന്മാരടയ്ക്കും, അനിയന്മാരടയ്ക്കും എന്നൊക്കെ പറയുമവർ. പക്ഷേ നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ചിലപ്പോൾ നമ്മുടെ തലയിലേക്ക് വരും. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ. അതൊന്നും നെഗറ്റീവായിട്ട് കണ്ട് അറിഞ്ഞിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ തമ്മിൽ പുറത്ത് വെച്ച് കാണണം. ഒരു കാരണവശാലും ചാടി കയറി പെണ്ണ് കാണാൻ പോകരുത്. പുറത്ത് വെച്ച് കണ്ട് അവർ നന്നായിട്ട് സംസാരിക്കണം. അതിനുശേഷം മാത്രമേ പെണ്ണ് കാണാൻ ചടങ്ങിലോട്ട് പോകാവൂ. കുട്ടികൾ തമ്മിൽ കംഫർട്ട് ലെവൽ ആയതിനു ശേഷം മാത്രമേ പെണ്ണ് കാണാൻ ചടങ്ങിന് പോകാവൂ. ഒരു കാരണവശാലും ചാടി കയറി പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ നേരത്തെ പറഞ്ഞ ആ കുട്ടിയുടെ ഡീറ്റെയിൽസിന് വള്ളുവനാട് മാട്രിമോണിയലിനെ സമീപിക്കുക. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, ഒറ്റപ്പാലം.